ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കുറേ ലെറ്റ്സ് പ്ലേ തുടങ്ങി. അതിൽ ഇന്ന് ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങി. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അത് തന്നെ ഗൈസ്. ഈ ലെറ്റ്സ് പ്ലേയിൽ നമ്മൾ ഒരുപാട് ബിൽഡൊക്കെ പണിയും. മറ്റേ ലെറ്റ്സ് പ്ലേ പോലെ മടി പിടിച്ചൊന്നും ഇരിക്കുകയില്ല. ഓരോരോ കണ്ടൻ്റായിട്ട് നമ്മൾ ഒരു ദിവസം വെച്ചിടാൻ നോക്കട്ടെ. പറ്റുവാണെന്നൊന്നും അറിഞ്ഞുകൂടാ ഗൈസ്, കാരണം തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ജോലി ചിലപ്പോൾ ഇച്ചിരി നേരം കാണുള്ളൂ. അപ്പോൾ നമ്മളിനി ഇച്ചിരി നേരം ഗ്രൈൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കട്ടെ. നമ്മളിത് കയറാൻ തന്നെ കുറേ കാണിച്ചു. അപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും കേസ് നമുക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ താമസിച്ചായിരിക്കും വരുന്നത്. പിന്നെ അയ്യോ അടിക്കല്ലേടാ, അത് 2 പൂളുണ്ടാകുമെങ്കിൽ അതിനെ ബെഡ് ഉണ്ടാക്കാം കേസ് ഇപ്പം തന്നെ. അതാ എൻ്റെ കൺട്രോൾ മാറിയതുകൊണ്ട് കേസ്, കൺട്രോൾ എൻ്റെ മാറി. ഓനെ ചാടിയടി ചെയ്തനാരാ എന്നാണ് ജോൺ ചെയ്തേ. കിട്ടി പൂള് കിട്ടി ജോലി പോണ് ജോലി. എടാ പൂള് കിട്ടിയാടാ. പൂള് കിട്ടി മോനെ, പൂള് കിട്ടി ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ലെറ്റ്സ് പ്ലേയിൽ പൂള് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഓൺലൈൻ കുറച്ച് വെക്കാവേ, കാരണം ഇന്നലെ ഒന്നും കേൾക്കാൻ മേലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉള്ളി ഇന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. എവിടെയാടാ ജോയല? ജോയലേ എവിടെയാണാ നീ? അതെ അവിടെയുണ്ട് സാർ. ദൂരത്ത് പോയാണോ നീ? അത്രയും നമ്മുടെ പഴയ കൺട്രോൾ തന്നെ ഞാൻ ഇട്ടേക്കണം. അപ്പോൾ പുതിയൊരു തുടക്കം പോലെ സെറ്റ് ചെയ്യാൻ കേസ്. അപ്പോൾ പിന്നെ അതേ ജോലി ഇവിടെ നിന്ന് മരം പ്രശ്നമുണ്ട്. ബേസിക് സംഭവങ്ങൾ സെറ്റാക്കാറുണ്ട്. നമുക്ക് ഇവിടെ മരം വെട്ടാം. എനിക്കൊരു മരം വേണം. അപ്പോൾ ഈ മരം വെട്ടി ഇങ്ങനെ തീർന്നിട്ടുണ്ട്. ഇതേ ജോലി ഇവിടെ നിന്നങ്ങാട്ട് എസ്കേപ്പ് ആയെന്നാണ് തോന്നുന്നത്. അവൻ്റെ അടുത്തായിട്ട് പോവാം. അതെ ഇവിടെ നിൽപ്പുണ്ടോ ഈ സമയം. എന്തായാലും 4 ഫുഡ് കിട്ടി. പിന്നെ കിട്ടിയില്ലേ, പിന്നെ ഇവനാണ് ആദ്യം വെട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇച്ചിരി കിട്ടിയുള്ളൂ. നമുക്കിനി നേരെ ആക്സ് ഉണ്ടാക്കിയിട്ട് പോവാം. ജോയിലെ പാട എന്നതായിരുന്നു. നീ ഒറ്റക്ക് പോവല്ലേടാ? എന്താടാ ജോയിലൊറ്റ മൈൻഡാണ് കേസവൻ. ജോയിലൊക്കെ സീന്. നമ്മളൊക്കെ നമുക്ക് ഇവിടെ നിന്നങ്ങാട്ട് താഴ്ത്താട്ട് കുഴിച്ച് പോവാം, അല്ലെങ്കിൽ ജോയിലിൻ്റെ കുറേ ഓടാം. അതേ ഇനി നടക്കുകയുള്ളൂ. അവനവിടെ ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടാ. ഓക്കെ, അങ്ങനെ ഫൈനലി ഒരു നെതർ സംഭവം പൊട്ടിയ നെതർ പൊട്ടൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എടാ ഇച്ചിരി ലൂട്ടൊക്കെ എനിക്ക് വെച്ചേക്കണേ. എൻ്റെയൊക്കെ നമുക്കെടുത്തേക്കാം. എടോ സീഡിയം കിട്ടിയെങ്കിൽ പറയേ. അങ്ങനെ ഒരു പൊട്ടിയ നെതർ പൊട്ടൽ കിട്ടി. മാഗ്മ ബ്ലോക്കൊക്കെ കൊണ്ട് ആ വീട്ടിൽ വെക്കാം കേസ്. ഒക്കെ പൊട്ടിച്ചെടുത്തേക്കാം. ഈ മാഗ്മ ബ്ലോക്കൊക്കെ എടുത്തോടാ. അവർക്ക് കൊണ്ട് വീട്ടിൽ വെക്കാം ഡെക്കറേഷൻ ഐറ്റം. ഒബ്സിഡിയൻ കിട്ടിയെങ്കിൽ ഇവിടെ വെക്കുക കേട്ടോ. പക്ഷേ ഡയമണ്ട് പിക്കാക്സ് വേണം. പക്ഷേ അത് ഡയമണ്ട് പിക്കാക്സ് ഇല്ലാത്ത ഒരു ട്രിക്കുണ്ട്. അത് പലവർക്കും അറിയാം. പക്ഷേ എനിക്കങ്ങനെ വലിയതായിട്ട് അറിഞ്ഞൂടാ. അത് പഠിക്കണം. നമുക്ക് ഈ ലെറ്റ്സ് പ്ലേയിൽ എന്തായാലും ഉറപ്പായിട്ടും എൻട്രഡ് ആകണം. അല്ലെങ്കിൽ നമ്മൾ എന്തിലെങ്കിലും പോയിട്ട് ഈ ലെറ്റ്സ് പ്ലേ നിർത്തുള്ളൂ. അപ്പോൾ എടാ ഈ ചെസ്റ്റ് പൊട്ടിച്ചെടുത്തോ. ഒരാവശ്യമില്ലാതെ ഇവിടെ ഇരിക്കുകയല്ലേ. നമുക്ക് ലൂട്ടൊക്കെ വെക്കാം. ഓക്കെ ഗൈസ്, 2 ഗോൾഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ പോയി പോവാം. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ എന്തായാലും ഉണ്ട്. നമുക്കിനി ഇച്ചിരി സ്റ്റോൺ ഏജിലായിട്ട് എത്താം. താഴത്താട്ട് കുഴിച്ചോ. ഒരു കുഴി ചാടിയാൽ ആകടിക്കുവേ. നീ വേറെ എവിടെ കുഴിച്ചിട്ട് ചാടും. ഈ വാഴ മുകളിൽ നിന്ന് ഒന്ന് അടച്ച്. ഞാൻ ഇവിടെ മൈൻഡ് ഇരിക്കുകയായിരുന്നു മൈഡിയൊക്കെ. അപ്പോൾ മുകളിൽ നിന്ന് വന്ന് അടച്ചിരിക്കൊരു വെട്ടവും കാണാൻ പറ്റിയില്ല. ഗൈസ് ഇങ്ങനത്തെ ട്രോളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഗൈസ് നമ്മുടെ ഈ ലെറ്റ്സ് പ്ലേ നിർത്തും. ഓക്കെ, അത് നിങ്ങളോട് പറഞ്ഞിട്ട് നിർത്തുള്ളൂ. ട്രോളൊന്നും മാക്സിമം വെക്കാതിരിക്കണമെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഗൈസ്.
ഇവന് ഇന്നത്തിന്റെ അസുഖമാണ് കേസല്ലേ. വാഴ എന്ന് പറഞ്ഞാൽ പടുവാഴയാണ്, പടുവാഴ. ഇതടിച്ച് കൊല്ലലൊക്കെ ഇരിക്കും കൂടുതൽ. കാരണം ജോയലാണ് ആദ്യത്തെ കാരണം. നമുക്കിതിവിടെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ രോഗമരവാഴക്ക് പണി കിട്ടണേ. നമ്മളൊരു സ്റ്റെപ്പായിട്ട് കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ ഈ വാഴ പണിയും വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് സ്റ്റെപ്പായിട്ട് കാണിക്കണം. എടാ നിനക്ക് എന്താത്തിൻ്റെ അസുഖമാടാ? ഞാനിവിടെ മര്യാദക്കൊന്നും ചെയ്യല്ലോ ഇതൊക്കെ. ഇവ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്നും പറയാനില്ല എനിക്ക്. ഞാനൊരു സമാധാനത്തോടെ സ്റ്റാർട്ട് ചെയ്തത്. മാറിക്കട നീ. ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ വെക്കാം. മാറാ, എന്താണ് നിനക്ക്? ഒരു ദിവസം നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സൺസെറ്റ് വന്നു. സൺസെറ്റ്, സൂര്യാസ്തമയം. നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ. ജോലി അവിടെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടേക്കാം. സ്കൂട്ടടിക്കാൻ കേസ്, ബോട്ട് ഉണ്ടാക്കട്ടെ, സ്കൂട്ടടിക്കാൻ വേണ്ടി. അയ്യോ സൂര്യൻ അയ്യോ ഏതാ പൊട്ടാക്കി പിൻവണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നടാ കള്ളവിടുവേ. ഞാൻ പോവും ഇവിടുന്ന്. ഇപ്പം ഞാൻ പോവും അയ്യോ ഞാൻ പോണേ. എന്നെ വെറുതെ വിട്. ഞാൻ പോണ്. ഞാൻ ഇവിടുന്ന് പോയാ രാജാ. നീ വരണ്ട. ഇങ്ങനത്തെ വാഴയുടെ കാര്യം എല്ലാം അടിച്ചു കൊന്നെ വാങ്ങാണ്ടി. ഇവിടുന്ന് അങ്ങോട്ട് സ്കൂട്ടാണ്. എനിക്ക് പേടിയായി ഇവിടെ നിൽക്കാൻ. അയ്യോ എന്നെ കൊന്നേ. എന്നെ കൊല്ലല്ലേ അണ്ണാ. ഞാൻ പാവാണണ്ണ. എന്നെ കൊല്ലല്ലേ അണ്ണാ. ഞാൻ പോണണ്ണ. ഞാനിവിടെ നിൽക്കണില്ല അണ്ണാ. അയ്യോ ജോലി ചത്ത്. അപ്പോൾ നമുക്ക് ജോലിനെ അങ്ങോട്ട് വിളിക്കാം എൻ്റെ അടുത്തായിട്ട്. ഞാൻ ഇച്ചിരി ദൂരം. നമുക്ക് ഡേ ആക്കി കൊടുക്കാം. ഫസ്റ്റ് നൈറ്റ് നമ്മൾ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഫസ്റ്റ് നൈറ്റ് എന്തായാലും നമ്മൾ ഡേ ആക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് നൈറ്റ് ബെഡും സെറ്റായില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് വിളിക്കാൻ പറയുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടാ. ഞാനിവിടെ നിന്ന് ഇച്ചിരി ദൂരെയാണ് ഗൈസ്. ഞാനിവിടെ നിന്ന് ഇച്ചിരി ദൂരെ പോയി. ടെലിപ്പോർട്ട് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ പേടും ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ പോകുന്നുണ്ട്. വാ ബോട്ടിൽ കയറ്. എടാ നിനക്ക് റിലേ പോയാടാ ഇവന്. കയറ ബോട്ടേ കയറ. എടാ പോവാം. പുറകെ ഉണ്ടല്ലോ. ഇതേ വൂളുണ്ടേ, വേണമെങ്കിൽ എടുത്തോ. അതെ എൻ്റെ ഒരു വൂളുണ്ട്, ഞാൻ തരാൻ വേണം. എടാ ബെഡ് പൂളെടുക്കണ പൂളെടുത്തിട്ട് വന്നാ
എൻജാൻഡാ മനസ്സിലാകുന്നില്ല മോനെ. സോംബിയുടെ കിട്ടിയ മറ്റേ നെതർപോർട്ടലിന്ന് കേറ്. അങ്ങനെ 10 മിനിറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ചിലപ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നമ്മൾ ഇന്നത്തെ ഒരു പ്ലെയിൻ ബയോമിൽ നിർത്താടാ. എല്ലാത്തിനും അന്ധകാലം പിടിച്ച സ്ഥലമാണ്. നല്ലൊരു സ്ഥലത്ത് ഇവിടെ എവിടെയാണോ അവിടെയാണോ ആ പിരമിഡ് പോലത്തെ. ബോട്ടിൽ കയറാണെങ്കിൽ എത്ര പെട്ടെന്ന് എത്തായിരുന്നു. അവൻ ചാടി ഇറങ്ങി. നമുക്ക് ഇതങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സ്ഥലം കണ്ടെത്താം. ശരി പോയി എന്നിട്ട് വീട് പണിയാൻ നോക്കാം ഫസ്റ്റത്തെ എപ്പിസോഡിൽ. അല്ലെങ്കിൽ സ്ഥലമെങ്കിലും കണ്ടെത്തി വെക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ യാത്രയായിരിക്കും. നമുക്ക് എത്തിയിട്ട് കാണാം എന്ന് തോന്നുന്നു. കേസ് അങ്ങനെ നമ്മൾ ഇച്ചിരി സ്റ്റോൺ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതൊരു മലയാണ് കേസ്. കണ്ടോ ഇത്രയും വലിയൊരു മലയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇച്ചിരി മൈൻ ചെയ്തിട്ട് പോവാം. നേരെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റോൺ വെച്ചായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പ്ലാങ്ക് വെച്ച് ഒരു ചെറിയ തട്ടിക്കൂട്ട് വീട് പണിയും കേസ്. അപ്പോൾ നമ്മൾ ഒരു നിലയൊക്കെ പണിയുള്ളൂ കേസ്. എനിക്ക് കഴിയല്ല തങ്ക ഹൗസിനൊന്നും പോലെ പണിയാൻ. കുറേ നാളെടുത്ത് ജോലിൻ്റെ ഒരു ഇതായിരുന്നു. അതിപ്പോൾ തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല ഈ വേൾഡ്. എന്നാ ക്രാഫ്റ്റിൻ്റെ എടുത്തോ. നമുക്കിതങ്ങോട്ട് പൊട്ടിക്ക് ഫുള്ളെടുക്കാം. ഈ എനിക്കുണ്ടല്ലോ മറ്റേ ഹൈഡ് പേപ്പർ ഡോളില്ലേ അത് ഞാൻ ഓഫാക്കിയിട്ടും പക്ഷേ അത് വരണില്ല. അപ്പോൾ അത് എന്തോ ബഗ്ഗാണ് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ താഴെ കമൻറ്റ് ഇട്ടേക്ക്. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ടാണ് നമുക്കിത് ഇതങ്ങോട്ട് പൊട്ടിയൊക്കെ എടുത്താൽ രാവിലെ ഇപ്പോൾ വേണമെങ്കിൽ പ്രിൻ്റ് കിട്ടാം. പ്രിൻ്റ് സ്റ്റീലുണ്ട് ഓൾറെഡി. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഡൈ ഉണ്ട്. ഡൈ ഉണ്ടാക്കാം ഇപ്പം. എടാ ഡൈ വേണം. എടാ ഡൈ വെള്ള ഡൈ. എനിക്ക് ഫുഡില്ല. ചാവാൻ പോയി. എനിക്കൊരു മട്ടൻ ഉണ്ട്. മട്ടൻ വേണോ? കോൾ എടുക്കട്ടെ. കോൾ എടുക്കട്ടെ. പോയി കോള് നോക്കട്ടെ. കോൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇവിടെ ബേസ് സെറ്റ് ചെയ്യാനാ. ഇവിടെ ബേസ് സെറ്റ് ചെയ്യാതെ ഇവിടെ നിരപ്പാക്കിയാൽ പോരെ. ഇവിടെ നിരപ്പാക്കാം. ഞാൻ ഒരു ശവരം ഉണ്ടാക്കിയിട്ട് ഇവിടെ ആയിട്ട് ഫുള്ള് ക്ലിയർ ചെയ്യട്ടെ. എന്താണ്? ഞാൻ വരാം. എടാ കൃഷി തുടങ്ങാൻ കേട്ടാ. ഞാൻ ഈ മണ്ണൊക്കെ ഫുള്ള് വെട്ടിക്കളയട്ടെ. ഇവിടെ ഉള്ള ഫുഡ് റെഡിയാന്ന് എനിക്ക് നോക്ക്. നീ ഇങ്ങോട്ട് വാ. ഞാൻ നിന്നെ ടെലിപ്പോർട്ട് അടിക്കാം. എന്തായാലും വെട്ടിക്കഴിഞ്ഞ് ലാഗ് ഉണ്ടാവും കേസ്. എനിക്ക് ഷെയ്ഡർ ഇടാതെ കളിക്കാൻ ഒരു മനസ്സ് തന്നില്ല. അതുകൊണ്ട് ഞാൻ ഷെയ്ഡർ ഇട്ടാണ് കളിക്കണം. അതുകൊണ്ട് ലാഗ് ഉണ്ടെങ്കിൽ സഹിക്കുക കേസ്. സഹിക്കുക എന്നല്ല, എൻജോയ് ചെയ്ത് കാണുക. ലാഗ് ഉണ്ടെങ്കിലും നിങ്ങൾ പ്ലീസ് എൻജോയ് ചെയ്ത് കാണാൻ നോക്കുക കേസ്. കാരണം നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ സബ്ബൊന്നും ആരും തരണില്ല. 41 തന്നെ സക്കായി നിൽക്കുകയാണ്. എല്ലാവരും ഒന്ന് സബ്ബടിച്ച് പവറാക്ക്. എൻ്റെ കൂട്ടുകാരൻ്റെയൊക്കെ 7 17 കിടക്കുകയാണ് ഈ സുപ്പിപ്പ. നിങ്ങൾ അവൻ്റെയും ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജോയൽ അടുത്തൊരു ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ട് അല്ലേടാ. ഗെയിമിംഗ് ഗാലക്സി എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ട്. ഗെയിമിംഗ് ഗാലക്സി എന്നാണ് പറഞ്ഞത്. അറിഞ്ഞൂടാ, ചിലപ്പോൾ പേരൊക്കെ മാറ്റും. പറയാൻ പറ്റിയില്ല. നമുക്ക് ഇതൊക്കെ എടാ ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താണോ? ഇവിടെ തടി ഇവിടെ ചെറിയ ബ്ലോസം.
നീ കണ്ടാ? അതെ അവിടെ ഞാൻ വരാം. ഡേർട്ടൊക്കെ ഒന്ന് കളഞ്ഞേക്കട്ടെ, എനിക്ക് ഡേർട്ട് ഇഷ്ടമല്ല. ഞാൻ അത് കുഴപ്പമില്ല, നമ്മൾ ഇവിടെ ഇനിയും ഉണ്ട്, നമുക്കത് ചെയ്യാം, പറ്റണ പോലെ ചെയ്യാം. ഞാൻ ഇങ്ങോട്ട് നിൻ്റെ അടുത്തായിട്ട് വരാം. ഓക്കെ, അവിടെയാണ് ചെറിയ ബ്ലോസം, ഇച്ചിരി കഷ്ടപ്പെടും. എന്തായാലും പോയിട്ട് വരാം. ഇവിടെ ഒരു വണ്ടൻ കേവ് ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ചെറിയ ബ്ലോസത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ചെറിയ ബ്ലോസം അവിടെ ഒരു ചെറിയ ഇവിടെയാണ് നമ്മുടെ ഐലൻഡ്. എവിടെയാണ് നമ്മുടെ ഐലൻഡ്? ഇത് അവിടെയാണ് ഗൈസ്. അവിടെ നമ്മളിങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഇച്ചിരി മരം വെട്ടി. എന്താണ്? ഹലോ, കേൾക്കാം. ജോലിൻ്റെ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ച് ചെയ്തറിയാതെ, അതുകൊണ്ടാണ് ജോലിനെ കേൾക്കാൻ പറ്റാൻ. ഞാൻ ഓർത്ത് എന്താണ് ഇവന് കേൾക്കാൻ പറ്റാത്തതെന്ന്. ഇപ്പോഴാണ് കേൾക്കാൻ പറ്റാത്തത്. ഹലോ, നമ്മളിവിടുത്തെ ഫുള്ള് മരം വെട്ടി 16 ലോഡ് കേസ് ഫുള്ള് നമുക്ക് വെട്ടിയിട്ട് അങ്ങോട്ട് പോകാം. ഇനി നമുക്ക് ഇത് വെച്ച് വീട് പണി നല്ല രസം കാണും ഗസ്. വീടിന് ഒരു പിങ്ക് മയം കാണും. പക്ഷേ നമ്മളെ മൈൻക്രാഫ്റ്റ് ഈ പിങ്കൊക്കെ ചിലപ്പോൾ ചിന്തിക്കും പെണ്ണുങ്ങളുടെ കളറൊക്കെ. അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ നല്ല ഭംഗിയായിരിക്കും ഗസ് പണിത്, അല്ലേടാ? നല്ല ഭംഗിയായിരിക്കും. പോവാം. നമുക്ക് ഫുള്ളും വെട്ടിയിട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റണ പോലെ നമ്മുടെ ലോകം കളക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഇവിടെ പോകാതെ. രാത്രിയാണ്, അതിന് മുമ്പ് ഒരു ബെഡും സെറ്റ് ആക്കണം. അത് നമുക്ക് സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ടൊരു കോമ്പൗണ്ട് സെറ്റ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. പോവാം. എടാ രാത്രിയാവാൻ തുടങ്ങി. ഞാൻ ഈ നൈറ്റും അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാണ് കാരണം വീട് പണിയൊന്നും ആയിട്ടില്ല. ബെഡുണ്ടാ? നമ്മൾ വീട് പണിയൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് ചിലപ്പോൾ ബെഡില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഞാനിവിടെ ഉണ്ട്. ഞാൻ എന്താ ഐലൻഡിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുക. വാടാ, ഞാനിപ്പോ ചാവൂടാ, എൻ്റെ കയ്യിൽ ഫുഡില്ലടാ. വാ ഒരു ബെഡ് ഉണ്ടാക്കാം, എന്നിട്ട് പെട്ടെന്ന് കിടക്കാം. വാ, ഒരു ബെഡേ ഉണ്ടാക്കാൻ പറ്റുള്ളാ. എൻ്റെ കയ്യിൽ ഒരു കൂളുണ്ട്. അത് കിടന്നോ. ഇങ്ങനെയൊക്കെ ഫസ്റ്റ് നൈറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നൈറ്റ് ഇവിടെ ഇനി നമുക്ക് സർവൈവ് ചെയ്യണം. എടാ ഒരു ബെഡ് തരുവാടാ എനിക്ക്? ഗോൾഡ് ബ്ലോക്ക് ഒന്നും ആവശ്യമില്ല ഈ സമയത്ത്. ഒരു വൂളുണ്ട്, ഒരു ചെസ്റ്റും ഉണ്ട്, ആക്കാൻ ആവശ്യമുണ്ട്. ഈ സാഡിൽ എന്തിനാ കുതിരയില്ലാത്ത എനിക്ക്? വാ എടാ, അങ്ങോട്ടല്ലേ ഇങ്ങോട്ടാ വാ. ലാഗായി ചത്തൂന്ന്. ടെലിപ്പോർട്ടടിക്കണം. ഇവിടെ ജോല നമ്മുടെ സ്ഥലത്ത് പോവാടാ. ഇവിടെ അല്ലടാ, നീ ഇതെങ്ങോട്ടാ പോണ? എടാ, ഞാനവിടെ വൃത്തിയാക്കിയടാ. അവിടെ നമ്മുടെ ഫർണൈസൊക്കെ ഇരിക്കണം, അങ്ങോട്ട് പോവാൻ. വാ, പൊട്ടിച്ചെടുത്താ വാ. നീ ഇവിടെ വീട് പണിയാടാ, ഇവിടെ എങ്ങനെ വീട് പണിയാടാ? എന്തിനാടാ അങ്ങോട്ടൊക്കെ പോണ? ഇനി ഇവിടെ സ്ഥലം ഉണ്ടല്ല. ചെറിയ ബ്ലോസത്തിൽ പണിതാലാടാ വെറൈറ്റി ആയിട്ട്. അയ്യോ ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ജോലിൻ്റെ അടുത്ത് ഉണ്ട് ഗൈസ്. ഞാൻ
ചേട്ടാ ജംഗിളിൽ വെക്കണം. ഞാൻ കുറേ നാളായിട്ട് ഓർക്കായിരുന്നു ജംഗിൾ ബയോ നമ്മൾ ഫോണാകുമ്പോൾ എന്താ കിട്ടാത്തത്. കോള് കൊണ്ടെടുത്ത് തന്നെ. വാ ഇവിടെ വെക്കാളാ, ഇവിടെ വെക്കാം. അങ്ങനെ നമ്മുടെ വീട് പണിയാനുള്ള സ്ഥലം കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പണിയാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എടാ ഇവിടെ പണിയാടാ, ഇവിടെ ഫുഡൊക്കെ കിട്ടുവാടാ, ഇവിടെ പണിയാടാ. നീ ഇങ്ങോട്ടാടാ പോണാ, ഇവിടെ പണിയാ. ഇവിടെ പണിയാ. ഇതൊക്കെ ഫുള്ള് പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞു പണിയാ. പക്ഷെ ഞാനപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കട്ടെ. അന്ന് ജോയല് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഈ പുല്ലൊക്കെ ഫുള്ള്, ഞാൻ ഈ പുല്ലൊക്കെ ഫുള്ള് വെട്ടിക്കളയാണ്. ഇവിടുതാ ബെഡ് എൻ്റെ വെക്ക് റീസോൺ തെറ്റി. നീ എൻ്റെയും കൂടി വെക്ക്. എൻ്റെ ബെഡ് നിൻ്റെ കയ്യില. ഞാൻ അതിൽ റീസ്പോൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിന്റെ ഈ ഫസ്റ്റ് വെച്ച ബെഡിൽ നീ മറ്റേ റീസ്പോൺസ് സെറ്റ് ചെയ്തു. എനിക്ക് സീഡ് കിട്ടി നിറച്ച്. നമുക്ക് ഇവിടെ വല്ല തത്തകൾ ഉണ്ടെങ്കിൽ തത്തകൾക്ക് കൊടുക്കാം. ഇവിടെ തത്തകളെയൊക്കെ കാണാൻ ഒരുപാട് ചാൻസ് ഉണ്ട്, ഒരുപാട്. കാരണം ഇത് തത്തകളുടെയൊക്കെ കേന്ദ്രമാണ്. കേന്ദ്രം സീഡ് എടുക്കണം. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് വീട് പണിയാൻ പാ. പക്ഷെ നമുക്കൊരു സ്ട്രക്ചർ സെറ്റ് ആക്കാം. നീ എന്തിനാണ് ഈ അറ്റത്ത് കൊണ്ട് വെച്ചത്? അറ്റത്തിന് സെറ്റ് ആക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്ലാങ്ക് ആക്കണ്ട, ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്യാം. 1 2. എടാ എത്ര ഹൈറ്റ് വേണോടാ? ഇത്ര ഹൈറ്റ് ആക്കാം. ഇത് എത്ര ബ്ലോക്ക് ഹൈറ്റ് ഉണ്ടോ? ഇത് 1 2 3 4 5 ബ്ലോക്ക് ഹൈറ്റ് വേണം. 4 ബ്ലോക്ക് ഹൈറ്റ് പോലെ 3 പോലെ 4 മതി. ഹാക്കറെ പോലെ ചാടാൻ വേണം. എടാ എന്നിട്ട് ഉണ്ടല്ലോ, ഇത് നമ്മൾ 4 എടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്ലാങ്ക് വെക്കാം. പോരെ? ഒരു ചെറിയ വീട് പണിയാൻ കേസ് ഇപ്പൊ തൽക്കാലത്തൊക്കെ. എടാ ചാടിയിട്ട് വെക്ക്. നീ ലെഫ്റ്റ് ആയാ? ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കാം. 2 3 4. ഓക്കെ, 4 സെറ്റായി. പറ്റിയാണെങ്കിൽ ഒരു ഫാമും കൂടി തുടങ്ങാൻ നോക്കാം. എടാ സാധാ വുഡ് പ്ലാൻ കൊണ്ടാ? അങ്ങനെയല്ല. ബ്ലാക്ക് മാറ്റി ഇങ്ങനെ വെക്കത്. അത് കൊള്ളാം. അതെനിക്ക് പെരുത്തിഷ്ടമായി. അങ്ങനെ വെക്കണ്ട. എന്തുവാടാ നീ ചെയ്യണ? വീട് പണിതിട്ട് കാണാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ
ക്യൂബ് പോലെ വീട് പണിതിരിക്കുകയാണ്. ഇനി നമ്മളൊരു ഡോർ സെറ്റ് ചെയ്യണം. ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഡോർ. അപ്പോൾ ഡോർ വെക്കണം. ഡോർ ഇടൽ ചടങ്ങ്. പിന്നെ നമുക്ക് ഇവിടെ ചെപ്പ് ഉണ്ടാക്കി ഇനി മോളിൽ വെക്കണം. കാരണം നല്ലൊരു സുന്ദരമായ വീടായിട്ടുണ്ട്. കണ്ട നല്ല രസമുണ്ട് കാണാൻ. നമുക്കിത് ഇവിടെ ഇങ്ങനെ ഡേറ്റ് വെച്ച് നിരത്താൻ നോക്കാം. ആ ഡേറ്റ് മൊത്തം ഞാൻ എടുത്ത് കളഞ്ഞു. സാഡ് ലൈഫ്. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ മുറ്റത്തൊക്കെ സ്റ്റെയർ വെക്കാം. നമ്മൾ മോഡേൺ ലുക്കാക്കി എടുക്കുമോ. സെറ്റ് ഡോറ്. ജോലെ സീനി. ഞാനിനി മോളിൽ മേൽക്കൂര വെക്കട്ടെ. ഒരു നില പോലെ എത്ര നില വേണം? 2 നില വേണം. എടാ നീ എന്തിനാണ് അവിടെ പൊളിച്ച? ജനൽ വെക്കാനാ? ഗൈസ് അങ്ങനെ ഒരു ജനൽ ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് ഇവിടെ അങ്ങനെ വെക്കാം. ഇവിടെ 2 പൊട്ടിക്കാം. എന്നിട്ട് ഇവിടെ 2 വെക്കാം. എടാ ഇവിടെയും വെക്കടാ ജോലെ. ഇവിടെയും വെക്കും. ഇത് കറക്റ്റ് ജനലാണ് സ്ട്രാപ്പ് ഡോറ്. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെയും കാണാൻ പറ്റും, തുറന്നാലും കാണാൻ പറ്റും. ഇവിടെ ഷീപ്പ് വന്ന് പുല്ല് കഴിഞ്ഞു. ഇവിടെ കള്ളം ഇടുവേ. കുഞ്ഞ് ഷീപ്പായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പോടാ വീട്ടിൽ പോടാ. ഞാൻ ഒരു ശവലുണ്ടാക്കിയിട്ടേ നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ മണ്ണൊക്കെ കോരിക്കളഞ്ഞൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കാം ഗൈസ്. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് സെറ്റാക്കാം. ശവലുണ്ടാക്കി. ഒരു ശവലുണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കോരി അങ്ങോട്ട് ഡ്രിം ചെയ്ത് അങ്ങോട്ട് കളഞ്ഞേക്കാം ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് മളം വളർന്നിരിക്കുകയാണ്. രാത്രിയാവാനും കണ്ട് പോകുന്നുണ്ട്. ട്രേഡറൊക്കെ വന്നു ഗൈസ്. അപ്പോൾ കുറേ അപ്ഡേറ്റുകൾ നമ്മൾ ഇന്ന് തന്നെ വരുത്തി ഗൈസ്. നമ്മളൊരു വീട് പണിത് ചുറ്റും ഞാൻ ഇവിടെ സ്റ്റെപ്പ് വെക്കാനുള്ള പരിപാടിയിൽ ഇത് മൊത്തം വെട്ടിപ്പൊളിച്ച് കളയുന്നു. ഇപ്പോൾ ഇത് മൊത്തം വെട്ടിപ്പൊളിച്ച് കളയും. വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കും. അതൊക്കെ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റാക്കാം. അതൊക്കെ അത്രയേ ഉള്ളൂ. ഞാൻ കുഴിച്ച് ഇവിടെ പുറകെ എത്തി. അങ്ങനെ ചെയ്ത് ഞാൻ ഒരു സംഭവം എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് കേസ്. വന്ന് കിടക്കാം. ഷീപ്പിൻ്റെ മോനെ മാറി നിൽക്കണം. ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി കിടക്കാം കേസ്. നമുക്ക് പെട്ടെന്ന് പോയി അങ്ങോട്ട് കിടക്കാം. സ്റ്റെപ്പ് വെക്കാം കേസ്. ഇവിടെ അങ്ങോട്ട് കിടക്കാം. നമ്മളെ വീടിൻ്റെ ലുക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് കാണിച്ചു തരാം കേസ്. അങ്ങനെ നമ്മളെ വീടിൻ്റെ പണി ഇതേ ഫൈനലി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഗൈസ്. ഇനി നമ്മൾ ഇവിടെ അടിയിൽ നമ്മൾ ഇച്ചിരി ശോകമാണ്. അതുകൊണ്ടാണ് നമ്മൾ അടി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇടാത്ത. പൈസ ഇച്ചിരി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്നതാണ്. ഞാൻ സാധാ പ്ലാങ്ക് വെച്ചിടാം ഗൈസ്. അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ വേറെ പ്ലാങ്ക് ഇല്ല ഗൈസ്. മുഴുവൻ തീർന്നു പോയി. അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാൻ ഇത് മൊത്തം പൊളിക്കണമെന്നില്ല. താഴത്തൊക്കെ ഞാൻ പോലെ വെച്ച് ക്ലീനാക്കിയിട്ട് സാധാ പ്ലാങ്ക് വെച്ച് ഞാനിപ്പോൾ സെറ്റാക്കാൻ പോവുകയാണ്. ജോയൽ മുകളിലത്തെ പണി നോക്കിയാണ് ഗൈസ്. അപ്പോൾ അവൻ പെട്ടെന്ന് നോക്കട്ടെ. അത് നമുക്കിവിടെ നിന്ന് പണിയെടുക്കാം. ഇത്തിരി കഴിയുമ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഞാൻ പൊട്ടിക്കടാ. അത് ഞാനിവിടെ സംഭവം സെറ്റ് ചെയ്യാനാണ്. അടിയിലത്തെ വെക്കാനാ. എന്ത്? ഞാൻ ഒന്നും പൊട്ടിച്ചൊന്നും കളഞ്ഞില്ല. എന്താണ്? ഞാൻ വരാം. എൻ്റെ കയ്യിൽ പിക്കാക്സ് ഇല്ല. എൻ്റെ കയ്യിൽ ആക്സ് മാത്രമേ ഉള്ളൂ. അല്ല ഏതാ പൊട്ടിച്ചോളാണ്ട? ഏതാടാ? ഇത് ബ്ലോക്ക് അല്ലേ? അതങ്ങനെ നിക്കട്ടേടാ. അത് രസമല്ലേടാ. സ്ലാബ് വെക്കാൻ പോയാണോ നീ? സ്ലാബ് വെക്കാൻ പോയാണോ? അതാണ്.
പൊട്ടിച്ചെടുക്കാൻ തോരട്ടെ. ഞാൻ വരാം. ആക്സ് ഉണ്ടാക്കിയിട്ട് പൊട്ടിക്ക്. ഞാൻ തറയിൽ എന്തുവിടെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. തറയില് നമുക്കത് ഇപ്പൊ വരാം കേസ്. ഞാൻ ഇച്ചിരി മരം വെട്ടിയിട്ട് ഇപ്പൊ ഒരാളാ. ഇതുപോലത്തെ മരമൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ കുറേ ഉണ്ടാവും ഇങ്ങനെ കണ്ടോ, ഇടിച്ചിങ്ങനെ ഇരിക്കും. റൂട്ടൊക്കെ കുറേ ഉണ്ടാവും. സ്പ്രൂസൊക്കെ നല്ല വെട്ടാൻ നല്ല സുഖമാണ്. പക്ഷേ റൂട്ടിനൊരു സാറ്റിസ്ഫാക്ഷനെങ്കിലും ഉണ്ട് സ്പ്രൂസ് വെട്ടുമ്പോൾ. ഇത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വെട്ടുന്ന മരമാണ് കേസ് ഇത്. ഇന്നങ്ങോട്ട് എടുത്തേക്കാം. 15 ഓക്കുള്ള ഇത് ഫുഡായി. അപ്പോൾ നമുക്ക് അടിയിലത്തെ പണിയാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. പെട്ടെന്നങ്ങോട്ട് ഇച്ചിരി പ്ലാങ് ഇങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ഏതാ പവർ 26 26 മതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ അങ്ങോട്ട് വെക്കാൻ പോയ താഴത്ത് പ്ലാങ്കും കൂടി വെച്ചാൽ സെറ്റായി. സെറ്റുമ നിങ്ങൾ കളർ ഈ വിഷയമൊന്നും നോക്കണ്ട. പ്ലാങ്ക് ആയാൽ പോരെ. അത് നോക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. നോ മൈൻഡ് ദിസ്. ഇത് നമ്മൾ ഡിസൈനാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ തറയിലൊക്കെ ഡിസൈൻ കാണിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ പ്ലാങ്ക് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച. എൻ്റെ കയ്യിൽ ആ പ്ലാങ്ക് ഇല്ല. എടാ അതിൻ്റെ അടി വെക്കടാ, ബെഡിൻ്റെ അടി തീർത്തേക്ക് വെച്ചു പോയേ. ബെഡൊക്കെ പൊട്ടിച്ചാ നീ. സെറ്റായി, ഇപ്പം സെറ്റായി. നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞെന്ന് പറയാൻ പറ്റിയല്ല. നമുക്കിപ്പോൾ പറയാം കഴിഞ്ഞെന്ന് പോയി. സീൻ വീടായി നമ്മുടെ. കുട്ടപ്പൻ വീടായി. കുട്ടപ്പൻ വീട് നമ്മുടെ സെറ്റായി. അത്യാവശ്യം സെറ്റായി. ഇനിയും സെറ്റാക്കണം. രാത്രിയാ? എന്തിനാ? ബോൺമീലിനാണോ? ഞാൻ വരാം. എൻ്റെ സാപ്ലിങ് ഇരിപ്പുണ്ട്. സാപ്ലിങ് നട്ട് വെക്കട്ടെ. ഞാൻ സാപ്ലിങ് വേണം. നീരാ പൊക്കോളാ. എനിക്ക് ഫുഡൊന്നുമില്ല. ഞാനിപ്പോൾ ചത്തുപോയനായി. ഞാനാക്കാം. ഓക്കെ, അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സോംബി സ്പോണായിട്ടുണ്ട്. ഫസ്റ്റ് ഡേ സോംബിയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് നമ്മുടെ മോളിൽ നിന്ന് അങ്ങോട്ട് നോക്കാം. കേസ് ഇവിടെ ഇരുന്ന് ഇവിടെ എങ്ങാണ്ടൊക്കെ പോയിട്ടുണ്ട്. സോ ലോങ് ആയി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാനൊക്കെ നോക്കാം. പോയിട്ട് സ്കെൽട്ടൻ്റെ അടി വെച്ച് ഫൈനലി ചത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, ഞാനിപ്പോ ചത്തുപോയ പണിയാണ്. ടെലിപ്പോർട്ട് അടിക്കാൻ. ഞാൻ വീടിൻ്റെ അകത്തൊന്ന് കയറിക്കോട്ടെ. കയറാൻ എനിക്ക് വഴി കാണുന്നില്ല. ഞാൻ കയറിക്കോട്ടെ ഒന്ന് വീടിൻ്റെ അകത്ത്. അയ്യോ, എന്നെ കൊല്ലല്ലേ. ഞാൻ പാവാണേ. അടകട്ടെ. ഞാൻ ടെലിപ്പോർട്ട് അടിക്കാൻ ഭയങ്കര സീനായിട്ട് നിന്നെ ഞാൻ പറഞ്ഞല്ലേ കാര്യങ്ങളൊന്നും. നീ ആ ബെഡ് പോലും വെച്ചില്ല. റീസ്പോൺ സെറ്റ് ചെയ്യണ വാഴേ.
നമ്മൾ ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് തുടങ്ങിയേക്കാം. എൻ്റെ ഫുഡില്ല, ഞാനിപ്പോൾ മരിക്കും. ഒരു ഹെൽത്ത് കൂടിയുള്ള കേസ്. ഫുഡില്ല, ഏതായാലും ഫുഡില്ല, ഞാനിപ്പോൾ ചാവും ചിലപ്പോൾ. ഫുഡില്ല. എടാ വേണ്ടടാ, സോംബിയൊക്കെ വരുവാടാ, വേണ്ടടാ. ക്രീപ്പർ വന്ന് നിൽക്കണം. നമ്മുടെ വീട്ടിലല്ല, ഇവിടെ കൂടി വന്ന. ഞാൻ വീടടച്ചിട്ടെ, അല്ലെങ്കിൽ ഞാൻ സ്കെൽട്ടൻ ഇവിടെയൊക്കെ ഉണ്ടാവൂടാ. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി വേട്ടക്കിറങ്ങാൻ പോയാണ്. ഒരു 50 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കും. ഇപ്പം 50 മിനിറ്റ് ഒന്നും ആയി കാണിയില്ല. ഞാൻ കുറേ നേരം കട്ട് ചെയ്യാതൊക്കെ ഇരുന്നു, അതുകൊണ്ടാണ്. അയ്യോ, എവിടെയാടാ ഇത്? നമ്മുടെ വീടിൻ്റെ ദൂരെ നിന്നുള്ള ലുക്ക് ഉണ്ടായി. അവിടെയാണ് നമ്മുടെ വീട്. നമുക്കിനി വീട്ടിൽ പോവാൻ കേസ്. എനിക്ക് കഴിയില്ല, തപ്പാനൊന്നും കഴിയില്ല. ഞാൻ ഇച്ചിരി അയൺ മൈൻഡ് ചെയ്യാൻ പോയാണ്. അപ്പോൾ ജോയിൽ അവിടെ നിന്ന് ചെയ്തോളൂ അത്. അപ്പോൾ പാണ്ടക്കുട്ടൻ നിൽപ്പുണ്ട്. ഞാൻ പാണ്ടക്കുട്ടനെ കെട്ടിയിടട്ടെ. നമ്മുടെ വീട്ടിൽ കെട്ടിയിടാം. എനിക്കിഷ്ടമായി അവനെ, പെരുത്ത് ഇഷ്ടമായി. എടാ നിൻ്റെ കൂടെയുള്ള ആൾക്കാരെന്താടാ? രാമക്കുട്ടൻ, രാമ ചത്തോ? രാമക്കുട്ടൻ ചത്തു. നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ പാണ്ടക്കുട്ടൻ എവിടെയൊക്കെ ഉണ്ടാവും. ഭാഗത്തായിട്ട് ഇനി പോവാം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കട്ടെ, ഇവിടെ വല്ലതും കിട്ടുമെങ്കിൽ കിട്ടും. കോള് കിട്ടി. ഫസ്റ്റ് തന്നെ കോള് കിട്ടി. എൻ്റെ പോനെ സീന്. എനിക്ക് ലെക്കാണ് ഈ സിജാതി. ഈ ദിവസങ്ങളായിട്ടൊക്കെ എന്തായാലും എനിക്ക് ഭയങ്കര ലെക്കാണ്. ഞാൻ ഇവിടെ കുഴിക്കണം, അവിടെയൊക്കെ ഇതാണ്. ആ ലെക്ക് പെട്ടെന്ന് മാറും ഗൈസ്. മാറാനുള്ളതായി നിറച്ച് കോളുണ്ട്. കോള് കിട്ടിയാൽ നന്നായി ഗൈസ്. എന്തായാലും നമുക്കിനി ടോർച്ചൊക്കെ ഉണ്ടാക്കി ഇനി നെക്സ്റ്റ് മൈനിങ്ങിനൊക്കെ പോകാമല്ലോ. കോള് കിട്ടിയാൽ നന്നായി. ഞാനിപ്പോൾ ചിലപ്പോൾ ലാവേ വീണ് മരിക്കും ഗൈസ്. ലാവേ വീണെങ്ങാനും മരിച്ച പണി പാളും. പുതിയ ലെറ്റ്സ് പ്ലേ ആണ് ഗൈസ്, പുതിയ ലെറ്റ്സ് പ്ലേ. ഇതിൻ്റെ അകത്ത് നമ്മുടെ കൂട്ടുകാരെ ആടിയ മറ്റേ ലെറ്റ്സ് പ്ലേ പോയി ഗൈസ്, അടിച്ചു പോയി. എനിക്ക് ഒന്ന് കയറാൻ പോലും പറ്റണില്ല. അതിൻ്റെ അകത്ത് കയറുമ്പോൾ കുറേ നേരം ഞാൻ 1 മണിക്കൂർ ഇരുന്ന് ഗൈസ് അതിന് വേണ്ടി, കഴിഞ്ഞ ലെറ്റ്സ് പ്ലേക്ക് വേണ്ടി. ഭയങ്കര താമസം ഇപ്പം കയറാം അതിൻ്റെ അകത്ത്. അതെ അയണ്. ഓ എനിക്ക് ലെക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. എനിക്ക് അയണും കിട്ടി. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കി ജോയലിനും ഉണ്ടാക്കി കൊടുക്കാം ഗൈസ്. ഷീൽഡ് ഉണ്ടാക്കണം നല്ലതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അയണും കിട്ടിയിട്ടുണ്ട്. മൈനിങ്ങിന് പോകാൻ എപ്പോഴും ഒരാൾ വേണം, അല്ലെങ്കിൽ അത് ഒരു കുറവാണ്. ഒന്നുകൂടെ താഴോട്ട് പോകാം. നമ്മൾ മരിക്കണം. അതെ നെക്സ്റ്റ് അയൺ. ഓഫ് എന്ത് ലെക്കാണ് എനിക്ക്. ഒരയണേ അല്ല, 2 അയണുണ്ട്. ചേട്ടാ മോനെ സീൻ. ഇതേ അടുത്ത അയൺ. എൻ്റെ പിക്കാക്സ് കൂട്ടി നല്ല ലെക്കാണ് എനിക്ക്. എൻ്റെ കയ്യിൽ വുഡ് ഉണ്ടാവണേ, പ്ലാങ്ക് ഉണ്ടാവണേ. ഉണ്ട്. നീ ഫുൾ ആർമറായ? എനിക്കിവിടെ കിട്ടിയില്ല ഗൈസ്. കൊള്ളാടാ, നീ ഫുൾ ആർമറായെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എങ്കിലും നീ എന്നെ നമ്പാനെ ഇപ്പോൾ ജോയിലില്ലേ? ഇപ്പോൾ ജോയിലുമില്ലേ?
അടുത്തായാണ് കിട്ടി. കേസ് ഓഫ് ലക്കി, വെരി ലക്കി, വെരി ലക്കി. ആയാണ് തന്നെയാണ് കേസ്, വെരി ലക്കി എന്നൊന്നുമില്ല. ഇവിടെ കേവ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുഴിച്ചിപ്പോൾ കേവിലോട്ടെങ്ങാനും പോയി വീണാൽ നന്നായി കേസ്. ഓക്കെ, എനിക്കിവിടെ ഒന്ന് കേൾക്കാം കേസ്, എല്ലാത്തിൻ്റെ സൗണ്ടും വാങ്ങാം, സൗണ്ടൊക്കെ കേൾക്കാം എല്ലാത്തിൻ്റെ. പിന്നെ അടുത്തായാണ്. ഓഫ് എനിക്കായാണ് ആറുമാറാകുമ്പോൾ ആറുമാറാകും കേസ്. ഇപ്പം ചിലപ്പോൾ നമ്മളെ സീനൊന്നും അല്ല കേസ്, നമ്മളൊക്കെ ന്യൂബാണ്. എല്ലാം അവിടെ ചെസ്റ്റ് പ്ലേറ്റ് എങ്ങനെ ഉണ്ട്, നമുക്കതുപോലും ഇല്ല. ഇനിയും താഴത്തായിട്ട് പോവാം, ഇനിയും താഴത്തായിട്ട് പോവും. അപ്പോൾ നമ്മൾ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയാൽ എൻ്റെ അടുത്തായിട്ട് ടെലിപ്പോർട്ട് അടിച്ചാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. കോപ്പറുണ്ട്, കോപ്പർ എൻ്റെ അടുത്തായിട്ട് വരുത്താട്ടെ നിന്നെ. വരുത്തി എടാ എന്നെ കൊല്ലല്ലേടാ, ഞാൻ എൻ്റെ കയ്യിലാണ് അയാളൊക്കെ. മാറ്, കീപ്പിനുകൊണ്ട് പോലും വിട്ടിട്ടില്ല. മാറ് എടാ, നീ എന്തിനാ ഇങ്ങോട്ട് ചാടിയാ? എല്ലാരും ചൊല്ലുന്ന കല്ലിവൻ കച്ചവടക്കുള്ളവർ. അയ്യോ കേവ്, കേവ് സോംബി മരണം. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കേസ്. അയ്യോ കേവടാ, മുട്ടൻ കേവ്. ഇതുപോലെ നിൻ്റെ അടുത്തായിട്ട് ഞാൻ വരാം എന്നെ അടുത്തായിട്ട്. ലാവയുണ്ട്. ഇവിടെ അടുത്ത് ഡയമണ്ട് ഉണ്ട് കേസ്. എൻ്റെ മുന്നേ വലിയ കേവാണ് കേസ് ഇത്. ഞാൻ മരിച്ചു. കുഴപ്പമില്ല. എന്തായാലും എന്നാൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാലോടോ ജയലേ. പെരുത്ത് ടൈമായി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും